ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പഴവും റവയും വെച്ചിട്ട് 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 200 ഗ്രാമൊക്കെ കാണും. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് ഉരുക്കിയെടുക്കാൻ. ഇനി നമുക്ക് ഈ റവ വറുത്തെടുക്കാം. 1 കപ്പ് റവയാണ് ഞാൻ എടുക്കുന്നത്. ആ റവ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. 1 കപ്പ് റവ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തത് ഒരു 150 ഗ്രാം റവ കാണും. ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. റോബസ്റ്റ് പഴം ഇല്ലെങ്കിൽ ചെറുപഴം ചേർത്താൽ മതി. ചെറുപഴം ആകുമ്പോൾ 2 എണ്ണം ചേർത്താൽ മതി. ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഒരുപാടങ്ങ് നൈസായിട്ട് ഉടച്ചെടുക്കുകയൊന്നും വേണ്ട. തരി കിടന്നാലൊന്നും കുഴപ്പമില്ല. ഇത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി അരിച്ച് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് പോലെ ചേർക്കാം കേട്ടോ. കൂടുതൽ വേണം കൂടുതൽ ചേർക്കാം. പഴം മധുരം ഉള്ളതുകൊണ്ട് കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഇതിലിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. എണ്ണയിലിട്ടൊന്നും പൊരിച്ചെടുക്കണമെന്നില്ല. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാതെ. ഇനി നമുക്ക് ആ റവ ഒക്കെ ഇതിലിട്ട് ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ ഈ പഴമൊക്കെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടിയോളും. ഇനി വറുത്ത് വെച്ച ആ റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഴവും ഇതും കൂടെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത്ര ഉടഞ്ഞു കിട്ടിയാൽ മതി. കുറച്ച് തരികളൊക്കെ കിടന്നോട്ടെ പഴത്തിൻ്റെ. ഒരു ഇതിൽ വേണം ഇത് കലക്കി എടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ഏലക്കായും 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ഒരു നുള്ളു ഉപ്പ്, 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റായിരിക്കും. നല്ലപോലെ ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല. ഞാൻ തേങ്ങ ചേർത്തിട്ടില്ല. തേങ്ങ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ രുചി കൂടും. ഇത് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, നെയ്യൊക്കെ ചേർത്തല്ലേ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഇത് മൂടി വയ്ക്കണം. ജീരകം ചെറിയ ജീരകമാണ്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നോക്കിയിട്ട് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ മാത്രം കുറച്ച് വെള്ളം അതിൽ ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം മതി. ഇതാണ് ഇതിൻ്റെ പാകം. ഈ പാകത്തിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇത് നല്ല പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ. ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ 2 പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യോ ഓയിലോ തേച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെങ്കിൽ അത് തേച്ച് കൊടുത്താൽ മതി. ഇനി ആ മാവ് നമുക്ക് ഇതിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ. മിക്സിയിലൊന്നും അടിച്ചെടുക്കൊന്നും വേണ്ട. ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കിയാൽ മതി. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായവും പറയണേ. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇത് പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാട്ടോ ഇത്. ഉണ്ടാക്കി നോക്കുമ്പോഴേ അറിയുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്താട്ടോ, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് കശുവണ്ടി പരിപ്പും കൂടെ
അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് മതി ഇത് തയ്യാറാകാൻ വേണ്ടിയിട്ട്. ഇതായിട്ടുണ്ട്. നമുക്ക് കുത്തി നോക്കാം ആയോന്ന്. ഒന്നും ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇത് മുറിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതത് മുറിച്ചെടുത്തതാണ് കേട്ടോ. ഇത് നല്ല പഞ്ഞി പോലത്തെ പലഹാരമാണിത്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.